2009 ഇറങ്ങിയ ഒരു അടിപൊളി ഫാന്റസി അഡ്വഞ്ചർ സിനിമയാണ് സോളമൻ കെയ്ൻ. ലോകം മുഴുവൻ ചുറ്റി നടന്ന് കൊള്ളയടിച്ചിരുന്ന ഒരു ക്രൂരനായ മനുഷ്യൻ നരകത്തിന്റെ കാവൽക്കാരനുമായുള്ള ഭയാനകമായ ഒരു ഏറ്റുമുട്ടലിന് ശേഷം അക്രമമെല്ലാം ഉപേക്ഷിച്ച് ദുഷ്ടശക്തികളോട് പോരാടി സ്വർഗത്തിൽ ഇടം നേടാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. 16-ാം നൂറ്റാണ്ടിലാണ് കഥ നടക്കുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ സോളമൻ എന്ന കൊള്ളക്കാരൻ നോർത്ത് ആഫ്രിക്കയിലെ ഒരു സിറ്റിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. അവനും അവന്റെ ആൾക്കാരും വളരെ നിസ്സാരമായിട്ട് ആ സിറ്റിയെ മുഴുവൻ നശിപ്പിച്ചു. ഒരു കരുണയുമില്ലാതെയാണ് സോളമൻ ആൾക്കാരെയൊക്കെ കൊന്നുകളയുന്നത്. അവസാനം അവര് കൊട്ടാരത്തിലെത്തിയതും കൊട്ടാരത്തിലെ പടയാളികൾ വാതിലടച്ചു. പക്ഷെ സോളമന്റെ ആൾക്കാര് പുല്ലുപോലെ ആ വാതിലൊക്കെ തകർത്തു കളഞ്ഞു. അകത്തേറി നോക്കിയപ്പോ പടയാളികളെല്ലാം മരിച്ചു കിടക്കുകയാണ്. ഒരുത്തന് മാത്രം ജീവനുണ്ടായിരുന്നു. അവന്റെ അടുത്ത് സിംഹാസന മുറി എവിടെയാണെന്ന് സോളമൻ ചോദിച്ചു. അവനത് പറഞ്ഞു കൊടുത്തതും അവനെയും അങ്ങ് കൊന്നുകളഞ്ഞു. എന്നിട്ട് നേരെ സിംഹാസന മുറി തേടിപ്പോയി. സിംഹാസന മുറിക്ക് മുന്നിൽ വിചിത്രമായ ഒരുപാട് കണ്ണാടികൾ ഇരിപ്പുണ്ട്. അവര് ഉള്ളിലോട്ട് നടക്കാൻ തുടങ്ങിയതും കണ്ണാടിയിൽ നിന്നും ഡീമൻസ് വന്ന് ഓരോരുത്തരെയുമായിട്ട് കണ്ണാടിക്കുള്ളിലോട്ട് പിടിച്ചോണ്ടുപോയി. പേടിച്ചോടാതെ മര്യാദയ്ക്ക് എന്റെ കൂടെ നിൽക്കുന്ന സോളമൻ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഒരുത്തൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവനെ സോളമൻ തന്നെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അവസാനം സോളമൻ സിംഹാസന മുറിയുടെ വാതിലിനടുത്തെത്തിയതും അത് തനിയെ തുറക്കപ്പെട്ടു. പക്ഷെ അവൻ അകത്ത് കയറിയതും വാതിൽ തനിയെ അടയുകയും ചെയ്തു. അങ്ങനെ അവൻ സിംഹാസന മുറിയിൽ ഒറ്റയ്ക്കായി. അവിടെ ഒരുപാട് സ്വർണം കിടക്കുന്നത് കണ്ട് അവൻ അതെടുക്കാൻ പോയതും ആ മുറി മൊത്തം തണുത്തുറയാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ അവിടെയുള്ള പ്രതിമകളിൽ നിന്നും കുറെ നിഴലുകൾ വന്ന് സോളമനെ വളഞ്ഞു. എന്നിട്ട് ആ നിഴലുകളെല്ലാം കൂടെ സിംഹാസനത്തിൽ ഒന്നിച്ചു ചേരുകയും അതൊരു ഡീമണായിട്ട് രൂപം കൊള്ളുകയും ചെയ്തു. ഇത് നരകത്തിന്റെ കാവൽക്കാരനെ പോലത്തെ ഒരു ഡീമനാണ്. ദുഷ്ടന്മാരായ മനുഷ്യരുടെ ആത്മാക്കളെയൊക്കെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ഡീമന്റെ ജോലി. സോളമൻ ഇത്രയും കാലമായിട്ട് ഒരുപാട് മനുഷ്യരെ കൊന്നതുകൊണ്ട് അവനെ കൊന്നിട്ട് അവന്റെ ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഡീമൺ വന്നിരിക്കുന്നത്. ഡീമന്റെ ശക്തി കൊണ്ട് സോളമനെ മുട്ടുകുത്തിച്ചു. എന്നിട്ടൊരു തീ കൊണ്ട് നിർമ്മിതമായ വാൾ എടുത്ത് അവനെ കൊല്ലാൻ വേണ്ടി നിന്നതും അവൻ ഡീമനെ തിരിച്ചാക്രമിച്ചു. പക്ഷെ ഡീമനെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. രക്ഷയില്ലെന്ന് തിരിച്ചറിഞ്ഞ സോളമൻ ജനാലയും തകർത്ത് നേരെ കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു. ഒരു വർഷത്തിന് ശേഷമുള്ള രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. ഇപ്പോൾ അവൻ ഇംഗ്ലണ്ടിലെ ഒരു പള്ളിയിൽ ജീവിക്കുകയാണ്. അവന്റെ സകല സമ്പത്തും അവൻ ദാനം ചെയ്തു. അക്രമ ജീവിതം അവൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സന്യാസിയെ പോലത്തെ ജീവിതമാണ്. നരകത്തിലേക്ക് പോകാതിരിക്കാൻ അവന്റെ തെറ്റുകൾക്കുള്ള ഒരു പ്രായച്ചിത്തമായിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. ഡീമൺ ആക്രമിക്കാതിരിക്കാൻ അവന്റെ ദേഹം മുഴുവനും കുറെ മന്ത്രങ്ങളൊക്കെ ടാറ്റു അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം പള്ളിയിലെ പ്രധാന പ്രീസ്റ്റ് വന്നിട്ട്, നീ ഇവിടെ വന്ന നാൾ മുതൽ പള്ളിയിൽ എന്തോ ശാപം വീണതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ഇന്നലെ രാത്രി കണ്ട പ്രവാചക സ്വപ്നത്തിൽ നീ ഇവിടുന്ന് പോകണമെന്നാണ് ദൈവം എന്നോട് പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് തന്നെ നീ പോകണമെന്ന് സോളമന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നിരാശയോടെ അവൻ അവിടെ നിന്നിറങ്ങി. എവിടെ പോകണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അവൻ അറിയില്ല. എങ്ങോട്ടൊന്നില്ലാതെ അവൻ കുറെ അലഞ്ഞു നടന്നു. യാത്രക്കിടയിൽ അവൻ പല കാര്യങ്ങളും കണ്ടു. എന്തോ അസുഖം ബാധിച്ചവരെ കത്തിച്ച് കൊന്നുകളയുന്നു, ടാക്സ് കൊടുക്കാത്തത് കൊണ്ട് ആൾക്കാരെയൊക്കെ തൂക്കിക്കൊല്ലുന്നു, പടയാളികൾ വന്ന് ചില മനുഷ്യരെ അടിമകളാക്കുന്നു. അങ്ങനെ രാജ്യം മൊത്തം ഇപ്പോൾ അക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം കാളവണ്ടിയിൽ പോയ ഒരു ഫാമിലി സോളമനെ കണ്ടപ്പോ, വേണമെങ്കിൽ വണ്ടിയിൽ കയറിക്കൊള്ളൂ, അടുത്ത ടൗണിൽ ഇറക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും സോളമൻ നടക്കാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം വിശ്രമിക്കാൻ വേണ്ടി അവൻ ഒരിടത്ത് തങ്ങി. തീയൊക്കെ കൂട്ടി ആഹാരം വെച്ച് കഴിക്കുന്ന സമയത്ത് 3 കള്ളന്മാര് വന്ന് അവനെ പിടികൂടി. അവന്റെ ബാഗ് പരിശോധിച്ച് നോക്കിയപ്പോ അതിൽ കാശൊന്നും കാണാത്തത് കൊണ്ട് ദേഷ്യത്തിൽ അവനെ അടിച്ച് ബോധം കെടുത്തി. അടുത്ത് പഴയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ആക്സ്മൗത്ത് എന്നൊരു സ്ഥലത്തെ രാജാവായിരുന്നു സോളമന്റെ അച്ഛൻ. അവനൊരു മൂത്ത സഹോദരനുമുണ്ടായിരുന്നു, മാർക്കസ്. അവനാണ് ആക്സ്മൗത്തിന്റെ അടുത്ത രാജാവ്. അതുകൊണ്ട് രണ്ടാമത്തെ മകനായ സോളമനെ ഒരു പ്രീസ്റ്റ് ആക്കാനായിരുന്നു രാജാവിന്റെ പ്ലാൻ. പക്ഷേ സോളമന് അതൊട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ നൈസായിട്ട് നാട് വിട്ടുപോയി. പെട്ടെന്ന് ഡീമനെ സ്വപ്നം കണ്ട് സോളമൻ ഞെട്ടി ഉണർന്നു നോക്കിയപ്പോ അവൻ നേരത്തെ കണ്ട കുടുംബത്തിനോടൊപ്പം കാളവണ്ടിയിലായിരുന്നു. ബോധം കെട്ട് കിടക്കുന്നത് കണ്ട് അവരവനെ രക്ഷിച്ചതാണ്. അപ്പൻ വില്യം, അമ്മ കാത്തറീൻ, ഇളയ മകൻ സാമുവൽ, മൂത്ത മകൻ മൈക്കിൾ, പിന്നെ ഒരു മകൾ മേരി. അങ്ങനെ 5 പേരടങ്ങുന്നതാണ് ഈ കുടുംബം. സന്ധ്യാസമയമായപ്പോ അവരൊരിടത്ത് ടെന്റൊക്കെ അടിച്ച് തങ്ങി. എല്ലാവരും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന സമയം പിള്ളേർക്ക് കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സോളമൻ അവന്റെ പഴയ യുദ്ധ കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഞാനും പണ്ട് യുദ്ധങ്ങൾക്ക് പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആൾക്കാരെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ സമാധാനത്തിന്റെ പാത സ്വീകരിച്ചതാണെന്ന് വില്യം പറഞ്ഞു. എന്നാൽ എനിക്ക് ആൾക്കാരെയൊക്കെ കൊല്ലുന്നത് നിസ്സാര കാര്യമായിരുന്നുവെന്നാണ് സോളമൻ പറഞ്ഞേ.
അന്ന് രാത്രി സോളമൻ വീണ്ടും അവന്റെ പഴയ കാലം സ്വപ്നം കണ്ടു. അവൻ ആക്സ് മൗത്ത് വിട്ട് പോയ ദിവസം പോകുന്ന വഴിക്ക് അവന്റെ സഹോദരൻ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് സോളമൻ ഒരു കത്തിയും എടുത്ത് മാർക്കസിനെ ആക്രമിക്കാൻ പോയി. പക്ഷെ അന്ന് സോളമൻ കൊച്ചു ചെറുക്കനായിരുന്നല്ലോ. അതുകൊണ്ട് മാർക്കസ് ഈസി ആയിട്ട് കത്തിയും പിടിച്ചു വാങ്ങി അവനെ തള്ളിയിട്ടു. ദേഷ്യത്തിൽ സോളമൻ വന്ന് തിരിച്ചു തള്ളിയതും കാല് തന്നെ മാർക്കസ് നേരെ അങ്ങ് താഴെ പോയി. അങ്ങനെ മാർക്കസ് പടമായി. ആ സ്വപ്നം കണ്ടതും പിന്നെ സോളമന് ഉറക്കം വന്നില്ല. നോക്കിയപ്പോ വില്യം തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. സോളമനും പിന്നെ വില്യമിന്റെ അടുത്ത് ചെന്നിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പുതിയൊരു ജീവിതവും തേടി മറ്റൊരു രാജ്യത്തിലേക്കാണ് പോകുന്നത്. വേണമെങ്കിൽ താങ്കളും ഞങ്ങൾക്കൊപ്പം വന്നോളൂവെന്ന് വില്യം പറഞ്ഞു. പക്ഷേ ഞാൻ ശപിക്കപ്പെട്ടവനാണെന്നും എന്നെ കൂടെ കൂട്ടുന്നത് നിങ്ങൾക്കും ചിലപ്പോൾ ആപത്തായിരിക്കുമെന്നുമാണ് സോളമൻ പറയുന്നത്. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം തീർച്ചയായും ക്ഷമിക്കും. അതുകൊണ്ട് താങ്കൾ ശപിക്കപ്പെട്ടവനൊന്നുമല്ലെന്ന് പറഞ്ഞ് വില്യം അവനെ ആശ്വസിപ്പിച്ചു. ശേഷം അടുത്ത കുറച്ച് ദിവസങ്ങൾ സോളമൻ ഈ ഫാമിലിക്കൊപ്പം യാത്ര ചെയ്തു. ഒരു ദിവസം വാളുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുമോ എന്ന് സാമുവലി ചോദിച്ചപ്പോ സോളമൻ അവന് കുറച്ച് ഫൈറ്റിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവര് കളിച്ച് ചിരിച്ചു വരുന്ന വഴിക്ക് ഒരിടത്തെത്തിയപ്പോ ആ പട്ടണം മുഴുവൻ കത്തി നശിച്ചു കിടക്കുന്നത് കണ്ടു. മുഴുവൻ മൃതശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഇത് സാത്താന്റെ പണിയായിരിക്കുമെന്ന് വില്യം പറഞ്ഞു. എന്നാൽ ചുറ്റും നിരീക്ഷിച്ചപ്പോൾ ഈ പട്ടണത്തിലുള്ളവര് ഏതോ ദുർമന്ത്രവാദിനിയെ കത്തിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ എങ്ങനെയോ ആ മന്ത്രവാദിനി രക്ഷപ്പെട്ടതാണെന്നും ആ മന്ത്രവാദിനിയായിരിക്കും ഈ പട്ടണം കത്തിച്ചതെന്നും സോളമൻ ഊഹിച്ചു. മേരി നോക്കിയപ്പോൾ മൃതശരീരങ്ങൾക്കിടയിൽ ഒരു കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. അങ്ങനെ ആ കൊച്ചിനെയും അവര് കൂടെ കൂട്ടി. അന്ന് രാത്രി അവരൊരിടത്ത് ക്യാമ്പ് ചെയ്തു. ശേഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആ കൊച്ചിന്റെ അടുത്ത് ചോദിച്ചു. ഒരു ദുർമന്ത്രവാദിനിയെ എല്ലാവരും കൂടെ കത്തിച്ചു കളയാൻ ശ്രമിച്ചതാണ്. എന്നാൽ ആ മന്ത്രവാദിനിക്ക് തീയൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ നിസ്സാരമായിട്ട് അവള് രക്ഷപ്പെട്ടു. എന്നിട്ട് അവളെ കൊല്ലാൻ ശ്രമിച്ച അതേ രീതിയിൽ ആ പട്ടണത്തിലുള്ള എല്ലാവരെയും അവള് കത്തിച്ചു കളഞ്ഞു. അങ്ങനെയെല്ലാം ആ കൊച്ച് പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും വിഷമം തോന്നി. മരിച്ചുപോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് കാതറീൻ പറഞ്ഞതും പെട്ടെന്ന് ആ കൊച്ചിനെ ദേഷ്യം വന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോ സോളമൻ എന്തോ സംശയം തോന്നി. അവൻ ഒരു കുരിശെടുത്ത് കൊച്ചിനെ കൊടുക്കാൻ നിന്നതും ആ കൊച്ചിന്റെ ഭാവം മാറി. സംഭവം മന്ത്രവാദിനി യഥാർത്ഥത്തിൽ അവളായിരുന്നു. അവള് മേരിയുടെ കയ്യിൽ ഒരു അടയാളം വെച്ചിട്ട് സോളമനെ ആക്രമിക്കാൻ അവന്റെ ദേഹത്ത് ചാടി വീണു. നിന്നെയും കാത്ത് നരകത്തിൽ സാത്താൻ ഇരിപ്പുണ്ടെന്ന് മന്ത്രവാദിനി പറഞ്ഞതും അവൻ അവളെ ഇടിച്ചു വീഴ്ത്തി. ഇപ്പോ അവള് ശരിക്കുമുള്ള രൂപത്തിലായി മാറിയിട്ടുണ്ട്. അവള് വീണ്ടും അവനെ ആക്രമിക്കാൻ വന്ന ശേഷം കുറെ പക്ഷികളുടെ രൂപത്തിലായി മാറിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അടുത്ത ദിവസം ഏതോ ഒരു പട്ടണത്തിനെ കുറെ പടയാളികൾ വന്ന് ആക്രമിക്കുന്നത് കാണാം. അവരുടെ രാജാവായ മെലാക്കിക്ക് ധാരാളം അടിമകളെ വേണം. അങ്ങനെ ആൾക്കാരെ പിടിച്ചോണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് അവര് വന്നിരിക്കുന്നത്. മാസ്ക് വെച്ച ഒരുത്തനാണ് ഈ പടയാളികളുടെ നേതാവ്. അവനെന്തോ മാന്ത്രിക ശക്തികളൊക്കെയുണ്ട്. അവൻ ഒരുത്തന്റെ തലയിൽ തൊട്ടതും അയാളുടെ ദേഹത്ത് എന്തോ വിഷമിറങ്ങി പോകുന്നത് പോലെ കാണാം. അത് കാരണം പിന്നെ അയാൾ അവന്റെ അടിമയായി മാറി. ഇനി വേണമെങ്കിൽ അവൻ ഇയാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊന്നും അറിയാതെ ഈ സമയം സോളമനും ഫാമിലിയും തൊട്ടടുത്തൊരു സ്ഥലത്ത് ക്യാമ്പ് കൂട്ടി. മേരിയുടെ കയ്യിലെ രേഖ നോക്കിയിട്ട് സോളമൻ അതെന്താണെന്ന് മനസ്സിലായില്ല. അന്ന് വൈകുന്നേരം സമീപത്തെന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്നും പറഞ്ഞ് ഉറങ്ങിക്കിടന്ന സോളമനെ സാമുവൽ വിളിച്ചുണർത്തി. രണ്ടുപേരും കൂടെ ശബ്ദം കേട്ട സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോ മലാക്കിയുടെ പടയാളികൾ കുറെ പേരെ പിടിച്ചോണ്ടു പോകുന്നത് കണ്ടു. ഫാമിലി ക്യാമ്പ് കൂട്ടിയിരിക്കുന്ന ഡയറക്ഷനിലേക്കാണ് അവര് പോകുന്നത്. വേഗം ചെന്ന് ഫാമിലിയെ വിവരമറിയിക്കാമെന്ന് കരുതി സോളമനും സാമുവലും തിരിച്ച് ക്യാമ്പിലേക്ക് ഓടി. പക്ഷെ അതിനോടകമച്ച് പടയാളികൾ ക്യാമ്പിലെത്തിയിരുന്നു. മേരിയുടെ കയ്യിലെ രേഖയും അവര് ശ്രദ്ധിച്ചു. മെലാക്കി പറഞ്ഞ പെണ്ണിനെ കണ്ടെത്തി എന്ന് ഒരു പടയാളി വിളിച്ചു പറഞ്ഞതും അവളെ പിടിച്ചുകെട്ടാൻ മാസ്ക് വെച്ചവൻ കൽപ്പിച്ചു. എല്ലാവരെയും കൊന്നിട്ട് നമ്മളെ രക്ഷിക്കുന്ന സാമുവലെ സോളമനോട് പറഞ്ഞു. പക്ഷെ അവനിപ്പോ വയലൻസ് ഉപേക്ഷിച്ചതുകൊണ്ട് ആക്രമിക്കുന്നതിന് പകരം അവൻ മാസ്ക് വെച്ചവനോട് സംസാരിച്ച് പ്രശ്നം ഒഴിവാക്കാൻ ശ്രമിച്ചു. മാസ്ക് വെച്ചവൻ സംസാരിക്കില്ല. അതിനു പകരം അവന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഒരു പടയാളിയിലൂടെ സംസാരിച്ചു. ഈ പടയാളിയെ കൊന്നുകഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും വെറുതെ വിടാം, അല്ലെങ്കിൽ എല്ലാവരെയും കൊന്നുകളയുമെന്ന് മാസ്ക് പറഞ്ഞു. പക്ഷേ ഞാൻ ഇനി ആരെയും കൊല്ലില്ലെന്ന് സോളമൻ പറഞ്ഞു. ഉടനെ പടയാളി സാമുവലിനെ കൊന്നുകളഞ്ഞു. അത് സോളമൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റാതെ അവൻ വീണ്ടും വയലൻസിന്റെ പാത സ്വീകരിക്കാൻ തീരുമാനിച്ചു. നരകത്തിൽ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല, നിന്നെയൊക്കെ ഞാൻ ഇന്ന് കൊല്ലുമെന്നും പറഞ്ഞ് അവൻ തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. ഒരു ദയയുമില്ലാതെ നിസ്സാരമായിട്ടാണ് അവൻ പടയാളികളെയൊക്കെ കൊന്നുകളയുന്നത്. പക്ഷെ അതിനിടയിൽ മാസ്കും കുറച്ച് പടയാളികളും കൂടെ മേരിയെയും കൊണ്ട് അവിടുന്ന് പോയി. വില്യവും മൈക്കിളും അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പടയാളികൾ അവരെ കൊന്നുകളഞ്ഞു. സോളമനും മേരിയുടെ പിന്നാലെ ഓടി. പക്ഷെ അവര് കുതിരപ്പുറത്തായതുകൊണ്ട് സോളമൻ അധിക ദൂരം പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ വില്യമിന്റെ അടുത്ത് തിരിച്ചു വന്നു. നീ മേരിയെ രക്ഷിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. അവളെ രക്ഷിച്ചാൽ ദൈവം നിന്റെ പാപക്കറകളൊക്കെ മായ്ച്ചു കളയും. പിന്നെ നീ സ്വർഗത്തിൽ പോകും എന്നൊക്കെയാണ് വില്യം പറയുന്നത്. പറഞ്ഞു തീർന്നതും അയാൾ മരിക്കുകയും ചെയ്തു.
അതൊക്കെ മോളെ രക്ഷിക്കാൻ വേണ്ടി വില്യം വെറുതെ പറഞ്ഞതായിരിക്കുമെന്നാണ് സോളമൻ കരുതിയത്. എന്നിരുന്നാലും ഈ ഫാമിലിയോടുള്ള സ്നേഹം കാരണം അവൻ മേരിയെയും തേടി ഇറങ്ങി. പോകുന്നതിന് മുന്നേ മേരിയുടെ ഒരു ഫോട്ടോ അവന് കാതറീൻ കൊടുത്തിരുന്നു. കുറെ ദൂരം പോയപ്പോൾ ഒരു കൂട്ടം പടയാളികൾ കുറെ അടിമകളെയും കൊണ്ട് പോകുന്നത് കണ്ടു. അവൻ ചെന്ന് പടയാളികളെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് അടിമകളെ അടച്ചിട്ടിരുന്ന കൂടിന്റെ വാതിൽ തുറന്നുവിട്ടു. പക്ഷെ അതിൽ മേരി ഉണ്ടായിരുന്നില്ല. അവന്റെ കയ്യിലുള്ള ഫോട്ടോ കാണിച്ച് ഇവളെ കണ്ടിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. എന്നാൽ ആ കൂട്ടത്തിൽ അവളെ കണ്ടതായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സമയം കുറച്ചകലെ മറ്റൊരു പട്ടണം കാണിക്കുന്നുണ്ട്. മാസ്കും പടയാളികളും ആ പട്ടണത്തിനെയും നശിപ്പിച്ചിരിക്കുകയാണ്. അവിടെയുള്ള കുറെ പേരെയും പിടികൂടി കൂട്ടിൽ അടച്ചിട്ടുണ്ട്. ആ കൂട്ടിൽ മേരിയും ഉണ്ടായിരുന്നു. ആരും പേടിക്കണ്ട, നമ്മളെ രക്ഷിക്കാൻ ഒരാൾ വരുമെന്ന് പറഞ്ഞ് മേരി എല്ലാവരെയും സമാധാനപ്പെടുത്തി. സോളമനെ ഉദ്ദേശിച്ചാണ് അവൾ അത് പറഞ്ഞേ. 3 ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. 3 ദിവസമായിട്ടും അവളെ കണ്ടെത്താൻ അവന് സാധിച്ചില്ല. ഒരിടത്തെത്തിയപ്പോ മാസ്കും പടയാളികളും നശിപ്പിച്ച ഒരു പട്ടണത്തിൽ നിന്നും വീടുകളൊക്കെ നഷ്ടപ്പെട്ട കുറെ പേര് പുതിയൊരു പട്ടണവും തേടി പോകുന്നത് കണ്ടു. അവൻ ആ നശിച്ചു കിടക്കുന്ന പട്ടണത്തിലെ ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ കയറി. പ്രാർത്ഥിക്കുന്നതിനിടയിൽ പിന്നിലൂടെ ഒരു മനുഷ്യൻ വന്നപ്പോ അവൻ പെട്ടെന്ന് വാളെടുത്തു. പക്ഷെ അത് ഈ പള്ളിയിലെ പ്രീസ്റ്റ് മൈക്കിളായിരുന്നു. പട്ടണം മൊത്തം നശിച്ചിട്ടും അവൻ നാട് വിട്ടു പോയിട്ടില്ല. അവൻ മെലാക്കിയെക്കുറിച്ച് സോളമന് പറഞ്ഞുകൊടുത്തു. മെലാക്കി സാത്താനു വേണ്ടി പ്രവർത്തിക്കുന്ന ദുഷ്ടനായ ഒരു രാജാവാണ്. അയാളെ ഇതുവരെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. കാരണം അയാൾ എപ്പോഴും അയാളുടെ കൊട്ടാരത്തിൽ ഒളിച്ചിരിപ്പാണ്. ഇങ്ങനെ പോയാൽ ഈ രാജ്യത്തെ മുഴുവൻ അയാൾ നശിപ്പിക്കും. മാസ്ക് വെച്ചവനാണ് അവന്റെ വലം കൈ. മാസ്കും പടയാളികളും ഓരോ പട്ടണത്തിലും ചെന്നിട്ട് അവരുടെ ആരോഗ്യ നിലയ്ക്ക് അനുസരിച്ച് ഒന്നുകിൽ അവരെ അടിമകളാക്കും, അല്ലെങ്കിൽ പടയാളികളായിട്ട് തിരഞ്ഞെടുക്കും. പടയാളികളാക്കുന്നവരുടെ ദേഹത്ത് ഒരുതരം മന്ത്രശക്തി പ്രയോഗിക്കും. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അത് കാരണം പിന്നെ പടയാളികൾ മാസ്കിന്റെ വാക്ക് മാത്രമേ കേൾക്കുകയുള്ളൂ. അതായത് ബേസിക്കലി ഈ പടയാളികളെല്ലാം ഏതാണ്ട് സോംബികളെ പോലെയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നപ്പോഴേക്കും രാത്രിയായി. പെട്ടെന്ന് സോളമൻ എന്തോ ഒരു ശബ്ദം കേട്ടു. അത് ചിലപ്പോൾ മാസ്കിന്റെ പടയാളികളായിരിക്കുമെന്ന് സോളമൻ കരുതി. എന്നാൽ ഇത് മറ്റൊരു ശബ്ദമാണെന്നും പറഞ്ഞ് മൈക്കിൾ ഒരു അണ്ടർഗ്രൗണ്ട് ചാമ്പറിന്റെ വാതിൽ തുറന്ന് കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ അകത്ത് നിറയെ വേതാളങ്ങൾ നിൽക്കുന്നു. ഈ വേതാളങ്ങളെല്ലാം പണ്ട് മനുഷ്യരായിരുന്നു. മെലാക്കിയുടെ ദുർമന്ത്രവാദ ശക്തികൾ കാരണമാണ് ഇവരെല്ലാം ഇങ്ങനെയായി മാറിയത്. ഇതിനെയൊക്കെ അങ്ങ് കൊന്നുകളയാത്തത് എന്താണെന്ന് സോളമൻ ചോദിച്ചപ്പോൾ അവരിങ്ങനെയായി മാറിയത് അവരുടെ തെറ്റല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അവരെ കൊല്ലാൻ മനസ്സ് വരുന്നില്ലെന്നാണ് മൈക്കിൾ പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഞാനാണ് ഇവർക്കെല്ലാം എന്തെങ്കിലും ആഹാരം ഇട്ടുകൊടുക്കുന്നതെന്നും പറഞ്ഞ് സോളമനെ അവൻ ആ കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് വാതിലടയ്ക്കുകയും ചെയ്തു. ആഹാരം കിട്ടിയ സന്തോഷത്തിൽ വേതാളങ്ങളെല്ലാം സോളമന് ചുറ്റും കൂടി. അവൻ വാളെടുത്ത് കുറെ വേതാളങ്ങളെ കൊന്നു. കൊല്ലപ്പെടുന്ന വേതാളങ്ങളെ മറ്റ് വേതാളങ്ങൾ തിന്നുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് മുകളിലിരുന്ന മൈക്കിളിനെ അപ്രതീക്ഷിതമായിട്ട് ആരോ ആക്രമിക്കാൻ വന്നു. താഴെ ചാമ്പറിൽ നിറയെ ടണൽസ് ഉണ്ടായിരുന്നു. വേതാളങ്ങളുമായിട്ട് പൊരുതി നിവർത്തിയില്ലെന്ന് കണ്ടപ്പോ അവൻ ടണൽസിലൂടെ കയറി ഓടാൻ തുടങ്ങി. അതിനിടയിൽ കുറെ വേതാളങ്ങളെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഓടി ഓടി അവസാനം പുറത്തു കടക്കാനുള്ള ഒരു വഴി കണ്ടു. അങ്ങനെ അതിലൂടെ അവൻ പുറത്തിറങ്ങി. വേതാളങ്ങളും പുറത്തിറങ്ങാൻ നോക്കി. പക്ഷേ നിലാവെളിച്ചം കൊണ്ടപ്പോ അവയുടെ ദേഹം കത്തിയെരിയാൻ തുടങ്ങി. അതുകൊണ്ട് അവയൊന്നും പുറത്തു വന്നില്ല. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതിയതും നേരത്തെ കണ്ട 3 കള്ളന്മാര് വീണ്ടും അവിടെ എത്തി. ഇവരാണ് നേരത്തെ മൈക്കിളിനെ ആക്രമിക്കാൻ വന്നേ. മൈക്കിളിന്റെ തലയെടുത്ത് സോളമന്റെ മുന്നിൽ ഇട്ടുകൊടുത്തു. എന്നിട്ട് സോളമനെ ആക്രമിക്കാൻ വന്നതും അവൻ പുല്ലുപോലെ 2 പേരെ കൊന്നുകളഞ്ഞു. മൂന്നാമത്തവനെ പിടിച്ച് വേതാളങ്ങളുടെ കൂട്ടിന് മുന്നിൽ നിർത്തിയ ശേഷം മേരിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇപ്പൊ ഈ വേതാളങ്ങൾ കിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ അവൻ പേടിച്ചിട്ട് അവളെ മാസ്ക് കൊന്നുകളഞ്ഞുവെന്ന് പറഞ്ഞു. അത് കേട്ട് ഷോക്കായി പോയ സോളമൻ അയാളെ ചവിട്ടി വേതാളങ്ങളുടെ കുഴിയിൽ ഇട്ടുകൊടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. മേരി മരിച്ചുപോയ വിഷമത്തിൽ അവനിപ്പോ മുഴുക്കുടിയനായി മാറിയിരിക്കുകയാണ്. അവനൊരു പട്ടണത്തിലെ ബാറിലിരിക്കുന്ന സമയത്ത് അവന്റെ പഴയ കുറച്ച് ഫ്രണ്ട്സ് അവനെ തേടി അവിടെ എത്തി. ഇവൻ പണ്ട് കൊള്ളക്കാരനായിരുന്ന സമയത്തിലെ അവന്റെ ഫ്രണ്ട്സ് ആണിവര്. ഇവരിപ്പോ കുറെ പേര് ചേർന്ന് മെലാക്കിക്കെതിരെ യുദ്ധം ചെയ്യാൻ പദ്ധതിയിടുന്നുണ്ട്. ആ യുദ്ധത്തിൽ സോളമനും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും വിജയിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇവനെ തേടി വന്നത്. അവനെ കണ്ടതും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നീ ഞങ്ങൾക്കൊപ്പം ഫൈറ്റ് ചെയ്യുമോ എന്ന് അവര് ചോദിച്ചു. പക്ഷെ ഇനി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു കാരണമില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഫൈറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവൻ അവരെ മടക്കി അയച്ചു. ശേഷം അന്ന് രാത്രി സോളമൻ ഉറങ്ങിക്കിടന്ന സമയം മാസ്കിന്റെ ആൾക്കാർ വന്ന് അവനെ പിടികൂടി. അടുത്ത ദിവസം രാവിലെ മെലാക്കിക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് കുറെ പേരെ മാസ്കിന്റെ നേതൃത്വത്തിൽ ക്രൂശിച്ച് കൊന്നുകളഞ്ഞു. അവസാനം സോളമനെയും അങ്ങനെ തന്നെ കൊല്ലാൻ മാസ്ക് ഉത്തരവിട്ടു. മറ്റുള്ളവരെ പോലെ സോളമൻ കിടന്നലറുകയൊന്നും ചെയ്തില്ല. കാരണം ഇത് മേരിയെ രക്ഷിക്കാത്തതിന് ദൈവം കൊടുത്ത ശിക്ഷയായിട്ടാണ് അവൻ കരുതുന്നത്. സോളമൻ കുരിശിൽ കടന്ന് ബോധം കെട്ടതും മാസ്ക് അവിടുന്ന് പോയി. കുറച്ചു കഴിഞ്ഞതും അതുവഴി പടയാളികൾ കുറെ അടിമകളെയും കൊണ്ട് കടന്നുപോയി. അതിലൊരു കൂട്ടിൽ മേരിയും ഉണ്ടായിരുന്നു.
സോളമനെ കുരിശിൽ തറച്ചിരിക്കുന്നത് കണ്ട് അവള് സോളമനെ ഉറക്കെ വിളിച്ചു. അത് കേട്ടതും അവൻ ഉണർന്നു. മേരി ജീവനോടെയുണ്ടെന്നറിഞ്ഞതും അവന് സന്തോഷമായി. അവൻ കുരിശിൽ തറച്ചിരുന്ന ആണിയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് അവന്റെ കൈ രണ്ടും വലിച്ചൂരിയെടുത്തു. എന്നിട്ട് കെട്ടിയിരുന്ന കയറും അഴിച്ച് കുരിശിൽ നിന്നും ഇറങ്ങി. പക്ഷേ ചുറ്റും കുറച്ച് പടയാളികൾ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള ശക്തിയൊന്നും ബാക്കിയില്ല. അവരവനെ കൊല്ലാൻ തയ്യാറായി നിന്നതും പെട്ടെന്ന് നേരത്തെ കണ്ട സോളമന്റെ ഫ്രണ്ട്സ് വന്ന് പടയാളികളെയെല്ലാം കൊന്നുകളഞ്ഞു. അങ്ങനെ അവര് സോളമനെ രക്ഷപ്പെടുത്തി. ശേഷം അവരുടെ രഹസ്യ താവളത്തിലേക്ക് അവനെ കൊണ്ടുപോയി. അവിടെ അവരവന്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തു. വൃദ്ധയായ ഒരു മന്ത്രവാദിനിയും അവിടെ ഉണ്ടായിരുന്നു. അവളുടെ ശക്തികൾ കൊണ്ട് സോളമന്റെ മുറിവുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറി. അങ്ങനെ അവൻ പഴയതുപോലെയായി. മേരിയെ രക്ഷിക്കാനുള്ളതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യാമെന്ന് സോളമൻ പറഞ്ഞു. ശേഷം അന്ന് വൈകുന്നേരം എല്ലാവരും കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഓരോരുത്തരും മെലാക്കിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ സോളമന് പറഞ്ഞുകൊടുത്തു. മെലാക്കി പണ്ടൊരു പ്രീസ്റ്റ് ആയിരുന്നു. എന്നാൽ ഒരിക്കൽ മാന്ത്രിക ശക്തികൾക്ക് വേണ്ടി അവൻ അവന്റെ ആത്മാവിനെ സാത്താനെ വാഗ്ദാനം ചെയ്തു. മാസ്ക് വെച്ചവൻ മെലാക്കിയുടെ വലം കൈയാണ്. ആ മാസ്കിനുള്ളിൽ യഥാർത്ഥത്തിൽ അയാൾക്കൊരു മുഖമില്ലെന്നാണ് പലരും പറയുന്നത്. ആദ്യം അവനെ കൊന്നാലേ നമുക്ക് മെലാക്കിയുടെ അടുത്തെത്താൻ കഴിയൂ. അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നതിനിടയിൽ മെലാക്കി ഇപ്പോൾ എവിടെയാണെന്ന് സോളമൻ ചോദിച്ചു. അയാള് ആക്സ്മൗത്ത് കൊട്ടാരത്തിലാണെന്ന് പറഞ്ഞതും സോളമന്റെ ചങ്ക് പിടഞ്ഞു. കാരണം അത് അവന്റെ അച്ഛന്റെ കൊട്ടാരമാണ്. അപ്പോൾ തന്റെ അച്ഛനെ കൊന്നിട്ടാണ് മെലാക്കി അവിടുത്തെ രാജാവായതെന്ന് സോളമന് മനസ്സിലായി. അങ്ങനെ അവന് ശരിക്കും ദേഷ്യവും പകയും തോന്നി. പിന്നെ എത്രയും വേഗം അവനെ കൊന്നേ പറ്റുമെന്നായി. അതുകൊണ്ട് എല്ലാവരോടും യുദ്ധത്തിന് പോകാൻ റെഡിയാകാൻ പറഞ്ഞു. നമ്മുടെ പക്കൽ ഇപ്പോൾ കുറച്ചു പേരല്ലേ ഉള്ളൂ എന്ന് ഒരാൾ ചോദിച്ചപ്പോ ഇതിനേക്കാൾ കുറച്ചു പേരെ വെച്ച് പണ്ട് ഞാൻ ഇതിനേക്കാൾ വലിയ കൊട്ടാരങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഈ കൊട്ടാരവും നമ്മൾ നിസ്സാരമായിട്ട് കീഴടക്കുമെന്നും പറഞ്ഞ് അവരെല്ലാവരെയും കൊണ്ട് നേരെ ആക്സ്മൗത്തിലേക്ക് പോയി. സോളമന് ആക്സ്മൗത്തിലെ എല്ലാ സീക്രട്ട് വഴികളും അറിയാം. അങ്ങനെ ഒരു സീക്രട്ട് വഴിയിലൂടെ അവരെയും കൊണ്ട് കൊട്ടാരത്തിൽ കയറി. പക്ഷേ സോളമൻ വരുമെന്ന് തോന്നി അവിടെ നേരത്തെ കണ്ട ദുർമന്ത്രവാദിനി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ സോളമൻ ഒരു കത്തി എടുത്തെറിഞ്ഞ് അവളെ കൊന്നുകളഞ്ഞു. പക്ഷെ അവളുടെയിലുണ്ടായിരുന്ന ഒരു സ്കള്ള് വന്ന് നിലത്ത് വീണ് ഉടഞ്ഞുപോയി. ആ ശബ്ദം കേട്ട് പടയാളികളെല്ലാം ഇറങ്ങി വന്ന് സോളമനെയും കൂട്ടരെയും ആക്രമിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും മാസ്ക് വെച്ചവനും ഇറങ്ങി വന്നു. സോളമന്റെ കൂടെയുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് ജയിക്കാൻ പറ്റില്ലെന്ന് തോന്നിയതിനാൽ ഒരു വാതില് കാണിച്ചു കൊടുത്തിട്ട് എല്ലാവരും വേഗം അങ്ങോട്ട് കയറാൻ സോളമൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് ഓടുന്ന സമയം സോളമൻ മാസ്ക് വെച്ചവനുമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷെ അവനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ട് അവനും ആ വാതില് വഴി അകത്ത് കയറിയിട്ട് വാതിൽ അടച്ചിട്ടു. അണ്ടർഗ്രൗണ്ടിലെ ജയിലുകളിലേക്ക് പോകാനുള്ള വാതിലായിരുന്നു അത്. അങ്ങനെ അവരുള്ളിൽ കയറിയതും ജയിലുകളിൽ കുറെ അടിമകളെ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അവരെയെല്ലാം സോളമനും കൂട്ടരും തുറന്നുവിട്ടു. പക്ഷെ അവിടെയൊന്നും മേരിയെ കാണുന്നില്ല. ഒരു ജയിലറ തുറന്നപ്പോ ഉള്ളിൽ ഒരു വൃദ്ധനെ കണ്ട് അവൻ ഞെട്ടിപ്പോയി. അത് അവന്റെ അച്ഛനായിരുന്നു. അവൻ അച്ഛന്റെ വിലങ്ങഴിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ ഇത് ഡാർക്ക് മാജിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആർക്കും എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് അയാൾ പറഞ്ഞു കൊടുത്തു. പണ്ട് മാർക്കസിനെ കൊന്നതിന് അവൻ അച്ഛനോട് മാപ്പ് പറഞ്ഞു. പക്ഷേ മാർക്കസ് അന്ന് മരിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. സംഭവം അന്ന് മാർക്കസ് മരിച്ചില്ല, പക്ഷെ അവൻ കോമയിലായിരുന്നു. അവന്റെ ശരീരം മുഴുവൻ നിറയെ മാരകമായ മുറിവുകളും പറ്റിയിരുന്നു. ഡോക്ടേഴ്സിനും പ്രീസ്റ്റുകൾക്കും ഒന്നും എന്ത് ചെയ്യണമെന്നറിയാത്തതുകൊണ്ട് അദ്ദേഹം ഒരു ദുർമന്ത്രവാദിയെ വിളിച്ചു. ആ മന്ത്രവാദിയാണ് മെലാക്കി. അയാൾ വന്ന് മാർക്കസിനെ പൂർണ്ണമായും സുഖപ്പെടുത്തി. പക്ഷെ അതിനുശേഷം മാർക്കസ് സാത്താന്റെ സന്തതിയെ പോലെയായി മാറി. പിന്നെ മെലാക്കി പറയുന്നതെല്ലാം അവൻ അനുസരിക്കാൻ തുടങ്ങി. അന്നത്തെ അപകടത്തിൽ മുഖം മൊത്തം വിരൂപമായതുകൊണ്ട് അതിനുശേഷം പിന്നെ മാർക്കസ് എപ്പോഴും മാസ്ക് വെച്ച് പുറത്തിറങ്ങും. അതായത് ഇത്രയും നേരം കണ്ട മാസ്ക് വെച്ചവൻ യഥാർത്ഥത്തിൽ മാർക്കസ് ആയിരുന്നു. ഇതൊക്കെ കേട്ട് സോളമൻ ഷോക്കായി പോയി. എല്ലാം പറഞ്ഞിട്ട് അവസാനം എന്തായാലും ഈ ചങ്ങല പൊട്ടിച്ച് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, ആർക്കും എന്നെ രക്ഷപ്പെടുത്താനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് നരകിച്ച് ചാകുന്നതിന് പകരം ഇപ്പൊ തന്നെ നീ എന്നെ അങ്ങ് കൊന്നുകളയണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. അങ്ങനെ സോളമൻ അവന്റെ തോക്കെടുത്ത് അച്ഛനെ കൊന്നുകളഞ്ഞു. ഈ സമയം സോളമന്റെ കൂട്ടരെല്ലാം കൂടെ പടയാളികളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. പടയാളികൾ ഉള്ളിൽ കയറാതിരിക്കാൻ സോളമന്റെ ആൾക്കാര് വഴിയിൽ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു വഴി സോളമൻ അറിയാം. പക്ഷേ രക്ഷപ്പെടുന്നതിന് മുന്നേ മെലാക്കിയെ കൊന്നേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കുറച്ചു നേരം കൂടെ പടയാളികളെ എതിർത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് സോളമൻ നേരെ സിംഹാസന മുറിയിലേക്ക് പോയി. അവിടെ മേരിയെയും പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. സോളമൻ അവളെ തേടി വരുമെന്നറിയാവുന്നത് കൊണ്ട് അവനുള്ള ഒരു ട്രാപ്പ് ആയിട്ടാണ് അവളെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്. സിംഹാസനത്തിൽ മെലാക്കി ഇരിപ്പുണ്ട്. അവനെ സോളമൻ ആക്രമിക്കാൻ വന്നതും മാജിക് ഉപയോഗിച്ച് അവൻ അപ്രത്യക്ഷമായി. ഉടനെ മാർക്കസും അവിടെ എത്തി. പിന്നെ മാർക്കസും സോളമനും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. അതിനിടയിൽ വീണ്ടും അവിടെ മെലാക്കി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടൊരു വലിയ കണ്ണാടിയുടെ മറ നീക്കി. കണ്ണാടിയിൽ വലിയൊരു ഭീകരജീവിയുടെ രൂപം കാണാം. അതിനെ പുറത്തു കൊണ്ടുവരാനാണ് മെലാക്കിയുടെ പ്ലാൻ.
ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ സോളമൻ മാർക്കസിന്റെ മുഖം മൂടി വലിച്ചൂരിക്കളഞ്ഞു. അവന്റെ വിരൂപമായ വൃത്തികെട്ട മുഖം കാണാൻ ശരിക്കും വിചിത്രമായിരുന്നു. വീണ്ടും കുറെ ഫൈറ്റ് ചെയ്തിട്ട് നിവർത്തിയില്ലെന്ന് കണ്ടപ്പോ സോളമൻ ഒരു തീയെടുത്ത് മാർക്കസിന്റെ ദേഹത്തിട്ട് കൊടുത്തു. എന്നിട്ട് അവനെ കുറെ വെട്ടുകയും ചെയ്തു. അങ്ങനെ മാർക്കസ് പടമായി. ഈ സമയം മെലാക്കി കണ്ണാടിയിൽ കണ്ട രാക്ഷസനെ തുറന്നുവിട്ടു. അത് വന്ന് സോളമനെ ആക്രമിക്കാൻ തുടങ്ങി. അവൻ പല വിധത്തിൽ ഒഴിഞ്ഞു മാറി അവസാനം മെലാക്കിയുടെ മുന്നിൽ വന്നിട്ട് അവന്റെ തോക്കെടുത്ത് മെലാക്കിയുടെ തലയിൽ വെടിവെച്ചു. ഉടനെ മെലാക്കിയെയും രാക്ഷസനെയും കണ്ണാടി വലിച്ചെടുത്തു. ഒപ്പം സോളമന്റെ ആത്മാവിനെയും കണ്ണാടി വലിച്ചെടുത്തു. അങ്ങനെ സോളമനും മരിച്ചു എന്ന് കരുതി അവള് കരയുന്ന സമയത്ത് അവൻ കണ്ണു തുറന്നു. നേരത്തെ വില്യം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് അപ്പോഴാണ് അവന് മനസ്സിലായത്. സംഭവം മേരിയെ രക്ഷിച്ചതുകൊണ്ട് ഇപ്പോൾ ദൈവം അവന്റെ തെറ്റുകൾ ക്ഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാത്താൻ ഇപ്പോൾ അവന്റെ ആത്മാവിനെ തിരിച്ചു കൊടുത്തത്. മെലാക്കി മരിച്ചപ്പോൾ അവന്റെ മന്ത്രശക്തികളും പോയതുകൊണ്ട് അവന്റെ പടയാളികളെല്ലാം നശിച്ചുപോയി. അങ്ങനെ ഈ രാജ്യം തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം പിന്നെ സോളമൻ ഓരോ സ്ഥലങ്ങളിലും പോയി അവിടെയുള്ള ദുഷ്ടശക്തികളെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ഏതോ ഒരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുന്ന ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.